അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക്കാണ് ARM എന്നുള്ള മൂവിത്തെ മ്യൂസിക്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ആ ഒരു സോങ്. അപ്പോൾ ആ ഒരു സോങ്ങത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റീലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ട്യൂട്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ ഒരു ഏകദേശം ഇപ്പോൾ 2.7 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. ഒരു ബൈക്കേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റീലിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ബൈക്കേഴ്സിന് തന്നെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ട്രാവൽ ചെയ്യണം ഏതൊരാൾക്കും ഈ ഒരു സെയിം ടൈപ്പിൽ വീഡിയോ എഡിറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വന്നത് ഒരു ബൈക്കറിന്റെ ഒരു റീലാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടിട്ടുള്ള ഈ ഒരു റീലിന്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പറയുന്നത് CapCut ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എനിക്കൊരു വർക്ക് വന്നതായിരുന്നു. അത് വർക്കത്തെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. കുറച്ച് ഏകദേശം ഞാനൊരു ഹാഫ് ഓൺ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നിങ്ങൾ ഒറ്റ വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതേപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആഡ് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് 9:16 കൊടുക്കുക. എന്നിട്ട് മ്യൂസിക് ആഡ് ചെയ്യുക. മ്യൂസിക് ആഡ് ചെയ്തിട്ട് ഈ മ്യൂസിക്കിൽ ഈ ഒരു പോർഷനിൽ കുഞ്ഞിളം വാവേ എന്നുള്ള വരുന്നുണ്ട്. ആ ഒരു പോർഷനാണ് ഇതിന്റെ ഈ ഒരു ഭാഗം കളർ ഗ്രേഡും വരുന്നത്. ഇവിടെ ഒരു ഷെയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു സ്കൈയിലേക്ക് ചെറിയൊരു ക്ലൗഡിന്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഒരു നമ്മൾ മഴക്കാലത്തൊക്കെ ഉണ്ടാവും ആകാശത്തിന്റെ ഒരു മേഘങ്ങൾ ഇരുന്നിട്ട് ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുക. വീഡിയോക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു കുഞ്ഞുളമാവേ എന്നുള്ള ഒരു പോർഷനിൽ നിങ്ങൾ വീഡിയോ ആഡ് ചെയ്തുള്ള വീഡിയോ കട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് സ്ലോമോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ലോമോ കൊടുക്കുക. ഈ ഒരു കൈ ഇങ്ങനെ പൊന്തിക്കണോടത്ത് ചെറിയൊരു സ്ലോമോ വേണം. അപ്പോൾ നിങ്ങൾ സ്ലോമോ കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങളുടെ വീഡിയോയിൽ കൈ കാര്യങ്ങൾ പൊന്തിക്കണില്ല എന്നുണ്ടെങ്കിലും സ്ലോമോന്റെ ആവശ്യം തന്നെയുണ്ട്. പിന്നെ ഈ ചെറിയൊരു വീഡിയോക്ക് ഞാൻ നൈസ് ആയിട്ടുള്ളൊരു സ്ലോമോ കൊടുത്തിട്ടുണ്ട്. അത് സ്ലോമോ കൊടുത്തിട്ടാണ് ഞാനിവിടെ കുഞ്ഞുളമാവേ എന്നുള്ളത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 0.8x കാണിച്ചു തരാം. സ്പീഡിൽ കണ്ടല്ലോ, ഞാൻ കുറച്ചൊരു പൊടിക്ക് ഞാനിവിടെ സ്ലോമോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വീഡിയോക്ക് ബേസ് ആയിട്ട് കറക്റ്റ് സ്ലോമോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് കട്ട് ചെയ്യൽ ഇവിടെ കറക്റ്റ് വരേണ്ടത് കുഞ്ഞുളമാവേ എന്നുള്ള ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ കാണിച്ചിട്ട് അപ്പോൾ അതിനായിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക. അതിൽ നൈറ്റ് ക്ലബ്ബ് സെലക്ട് ചെയ്തിട്ട് നൈറ്റ് ക്ലബ്ബിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ ഷെയ്ക്ക് എന്നുള്ള എഫക്റ്റ്, അത് ജസ്റ്റ് ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതായ എഫക്റ്റ് ആണത്. അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ വേണ്ടതനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഭാഗത്തേക്ക് ഷെയ്ക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഏകദേശം നിങ്ങളൊരു ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് 7:10 അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അനുസരിച്ചിട്ട് വേണ്ട ഷെയ്ക്ക് നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സെക്കൻഡ് ക്ലിപ്പിൽ നമ്മൾ ചെറിയൊരു കളർ ഗ്രേഡിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഫിൽറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഫിൽറ്ററാണിത്. റിയാലിസ്റ്റിക് വിഷൻ ഷിർലി റിയാലിസ്റ്റിക് വിഷൻ എന്നുള്ളൊരു മൂടി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് ഈ ഒരു ടൈപ്പ് ഫിൽറ്റർ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് ആ ഒരു സ്കൈയിലേക്ക് ആ ഒരു തണ്ടർ എഫക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ ആഡ് ഓവർലേ കൊടുക്കുക. ഇതാണ് ആ ഒരു തണ്ടർ സ്കൈയുടെ എഫക്റ്റ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ സ്പ്ലൈസ് പോയിട്ട് ഡാർക്കൻ കൊടുക്കുക. ഡാർക്കൻ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഏകദേശം ഒരു 60-50 ടൈപ്പൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നിങ്ങളുടെ സ്കൈയിലേക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രയുണ്ടോ അത്ര നിങ്ങളുടെ സ്കൈയിൽ ഫില്ലാവുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ വീഡിയോ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ആ ഒരു മലയുടെ മേലെ കൂടെ ഒക്കെ വന്നിരിക്കണം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാസ്ക് ഓപ്ഷനിൽ പോവുക. മാസ്കിൽ ഒറിസോണ്ടൽ കൊടുത്തിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് കറക്റ്റായിട്ട് ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് അടിയിലാക്കി കൊടുക്കുക, ഒരു ഫെദർ ടച്ച് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു എഡ്ജ് പോർഷൻ. എന്നിട്ട് കറക്റ്റ് നിങ്ങളാ ഒരു വീഡിയോൻ്റെ ഒരു മലയുടെ വക്കത്ത് കൂടെ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ നീക്കിയിട്ട് നിങ്ങളെ വീഡിയോയിൽ എത്രത്തോളം ആ മലയുടെ അടുത്ത് ഇങ്ങനെ അടുപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കീ ഫ്രെയിം കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ ഒരു കറക്റ്റ് മലയാൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബാക്കി പോർഷൻ നമുക്ക് ഇവിടുന്ന് ഈ ഒരു തണ്ടർ എഫക്റ്റിൻ്റെ വീഡിയോ ഡ്യൂറേഷൻ കമ്മിയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ചെയ്യേണ്ടത് ഇത്
ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഓപ്ഷൻക്ക് നിങ്ങളിത് ജോയിൻ ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. തണ്ടർ എഫക്റ്റ് സ്കൈ വീഡിയോ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് സ്ലോമോ കൊടുത്ത വീഡിയോക്ക് പിന്നെ നിങ്ങൾ ഒരു മാസ്കിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സ്കൈ അവിടെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സ്കൈയും പിന്നെ ഒരു കളർ ഗ്രേഡും പിന്നെ ഈ ഒരു ഷെയ്ക്കും പിന്നെ ഈ സ്ലോമും ഇത്ര ഉള്ളത് ക്രിയേറ്റ് ചെയ്യാണ്ട് ബാക്കി പിന്നെ ഈ ഒരു പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമൽ ഫുട്ടേജ് ആണ്. ഇതിലൊന്നും നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൈ കൊടുക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് ആ ഒരു സ്കൈ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൈൻ്റെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഉണ്ടാവും. ഈ ഒപ്പാസിറ്റി നിങ്ങൾ ഒന്നുകൂടി നൈസായിട്ട് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് നമ്മൾ അയക്കേണ്ടത് ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.